ഗുരുവിലൂടെ ഭഗവാനിലോട്ട് എത്താനുള്ള ലക്ഷ്യസ്ഥാനമാണ് പറഞ്ഞത്. അതാണ് യഥാർത്ഥ ജ്ഞാനം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നിങ്ങളിപ്പോൾ എന്നോട് ചോദിച്ച ഇതേ ക്വസ്റ്റ്യൻ കൃഷ്ണനോട് അർജുനൻ ചോദിക്കുന്നുണ്ട്. അങ്ങനെ വിശ്വരൂപം ആരാണ് കാണിച്ചു കൊടുക്കുന്നത്? അതാണ് യഥാർത്ഥ ഭഗവാനെന്ന്. ഇപ്പോൾ കേരളത്തിൽ വലിയൊരു ഉരുൾപൊട്ടൽ നടന്ന് ഒരുപാട് പേര് മരിച്ചു. ഈ ആൾദൈവങ്ങൾ എന്തുകൊണ്ട് നേരത്തെ അവർ രക്ഷിക്കാൻ ശ്രമിക്കാത്തത്? ഞാനിന്ന് നിങ്ങളോട് പറയുന്ന ദിവസത്തെ രാത്രി 12 മണിക്ക് നമ്മൾ മെഡിക്കൽ കോളേജിനകത്ത് അഡ്മിറ്റ് ആകുന്ന ഒരു ആക്സിഡൻ്റായി മരിച്ചൊരു ഡെഡ് ബോഡിക്ക് നിങ്ങൾക്ക് ജീവൻ കൊടുക്കാൻ പറ്റുമോ? ഒരു നല്ല സമൃദ്ധിയായ ഒരു ആഹാരം ദേവലോകത്തിൽ നിന്ന് എന്തെങ്കിലും ഇഷ്ടപ്പെടുന്ന ഒരു ഭക്ഷ്യവസ്തു ഭൂമിയിൽ ഇങ്ങനെ ഇറക്കി തരാൻ പറഞ്ഞു. നമ്മുടെ നാട്ടിൽ ഗുരുതുല്യന്മാരായിട്ടുള്ള ഒരുപാട് ആചാര്യന്മാരുണ്ട്. അവർക്കെല്ലാം ഒരുപാട് ഫോളോവേഴ്സും ഉണ്ട്. അതേപോലെ തന്നെയാണ് ഞാൻ ആൾ ദൈവമാണ് അല്ലെങ്കിൽ ഞാൻ ദൈവമാണ് എന്ന് പറഞ്ഞു നിൽക്കുന്ന കുറേ ആളുകളുണ്ട്. അപ്പം ഇത് യാഥാർത്ഥ്യമാണ്. അതായത് ഇവരൊക്കെ ആൾ ദൈവങ്ങൾ തന്നെയാണോ, അല്ലെങ്കിൽ ഈ ആൾ ദൈവങ്ങളെ കണ്ടെത്താൻ വല്ല വഴിയുമുണ്ടോ? അപ്പോൾ ആചാര്യതുല്യനായിരിക്കുന്ന ഗുരുക്കന്മാരെന്ന് പറയുമ്പോൾ അവർ അവരുടെയൊക്കെ ഒരു ഗുരുവുണ്ട്. അതൊരു പരമ്പര ചെയിനാണ്. ആചാര്യന്മാരെന്ന് പറയുമ്പോൾ ഒരു ചെയിനായിട്ട് വരും. അതായത് ഒരു ഗുരു വിദ്യ പഠിച്ച് അതിൻ്റെ ഗുരുവിൽ നിന്ന് വിദ്യ പഠിച്ചിട്ട് അത് ശിഷ്യന് പകർന്നു കൊടുത്ത് അദ്ദേഹത്തിന് ശിഷ്യത്വം ദീക്ഷ എന്ന് പറയും. ദീക്ഷ പറയുമ്പോൾ ശിഷ്യൻ സ്വീകരിക്കുകയും ഈ അറിവ് പകർന്നു കൊടുക്കുകയും ഈ കേൾക്കുന്ന ശിഷ്യൻ ഭാവിയിൽ ആചാര്യനായിട്ട് ഇനിയൊരു ശിഷ്യനെ പകർന്നു കൊടുക്കുകയും ചെയ്യുമ്പോൾ ഇവിടെ ഗുരു എന്താണ് പറഞ്ഞത് അതേപടി ആ ശിഷ്യന് ഈ വിദ്യ പകർന്നു കൊടുക്കും. ഈ ഇടയിൽ രണ്ടാമത് വരുന്ന ശിഷ്യൻ ഒരിക്കലും തൻ്റെ ഇഷ്ടപ്രകാരം ഈ ആചാരാനുഷ്ഠാനങ്ങളെ ലംഘിക്കാനോ വേദത്തെ മാറ്റുകയോ ചെയ്യത്തില്ല. അത് എന്താണ് ഗുരുമുഖത്ത് പഠിച്ചത് അതാണ് ഗുരുമുഖ പത്മവാക്യം എന്ന് പറയുന്നത്. ഗുരു പഠിപ്പിച്ച വിദ്യ അതുപോലെ ശിഷ്യൻ പഠിച്ചിട്ട് അത് ഇനിയൊരാൾക്ക് പകർന്നു കൊടുക്കുന്ന വിദ്യ. അതൊരിക്കലും ഇപ്പം 10 ഗുരുക്കന്മാർ കഴിഞ്ഞ് 15 ഗുരു വന്നാലും അവർ പഠിച്ച വിദ്യ അതുപോലെ പ്രാക്ടീസ് ചെയ്യും, അതുപോലെ ഫോളോ ചെയ്യും. ഇപ്പം ഗണപതിയുടെ മൂലമന്ത്രമാണ് ഗുരു ശിഷ്യന് പകർന്നു കൊടുക്കൽ. ആ മൂലമന്ത്രത്തിൽ നിന്ന് ഒരു ബീജമോ ഒന്നും അത് മാറ്റത്തില്ല, അങ്ങനെ ഫോളോ ചെയ്യും. ഇത് യഥാർത്ഥ സംസ്കാരത്തിൽപ്പെടും. 10 വർഷം കഴിഞ്ഞാൽ അങ്ങനെയാണ്. അതിന് ഉദാഹരണമാണ് ഭഗവത്ഗീത ശ്ലോകങ്ങൾ ആചാര പരമ്പരയിലൂടെ വരുന്ന ജ്ഞാനം. നമ്മൾ എപ്പോഴും ആചാര പരമ്പരയിലൂടെ വരുന്ന ജ്ഞാനം മാത്രം, ഗുരുപരമ്പരയിലൂടെ വരുന്ന ജ്ഞാനം മാത്രം സ്വീകരിക്കാൻ ചെയ്യാവൂ എന്ന് പറയുന്നത് മെയിൻ കാരണം ഇത് തന്നെയാണ്. കാരണം ഒരു സ്വന്തം ഇഷ്ടത്തിലൊരു വേദം ഉണ്ടാക്കിയിട്ട് ഇതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരിക്കലും കറക്റ്റല്ല, അതൊരിക്കലും പൂർണ്ണതയിലെത്തത്തില്ല. നമ്മൾ പരമ്പരയിലൂടെ വരുന്ന ജ്ഞാനം എന്ന് പറഞ്ഞാൽ ഭഗവത്ഗീതയിലൂടെ വരുന്ന ജ്ഞാനം എന്ന് പറഞ്ഞാൽ ആ ശ്ലോകത്തിലൂടെ ഭഗവാൻ എന്താണോ അർജുനന് പറഞ്ഞു കൊടുത്തത് ആ ജ്ഞാനം ആ ഗുരു അങ്ങനെ ശിഷ്യനെ പകർന്നു കൊടുക്കുമ്പോൾ ആ ജ്ഞാനം അങ്ങനെ പോകും. അതിൽ ഒരുപാട് പരമ്പര എളുപ്പമുണ്ട്. അതിൽ ഉദാഹരണമാണ് ഇപ്പം ഹരേകൃഷ്ണ പ്രസ്ഥാനമുണ്ട്. അതിൽ ഒരു ഗുരുപരമ്പര പറയുന്നുണ്ട്. അത് കറക്റ്റ് ഗുരുപരമ്പര. അതിലൂടെ വരുന്ന 4 സമ്പ്രദായം, ശ്രീ സമ്പ്രദായം, രുദ്രസം, കുമാരസം, ബ്രഹ്മമാത ഗൗഡ സമ്പ്രദായം. അതിൽ വരുന്ന ബ്രഹ്മമാത ഗൗഡ സമ്പ്രദായത്തിൽ വരുന്ന ആചാര പരമ്പര ഉൾക്കൊള്ളുന്നതാണ് ഈ ഹരേകൃഷ്ണ പ്രസ്ഥാനം. ലോകമൊത്ത് വ്യാപിച്ചാണ്. അതിലൂടെ ജ്ഞാനം നോക്കിക്കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ടാണ് ഫോളോ ചെയ്യുന്നത്. അതുപോലെ ഒരുപാട് സമ്പ്രദായങ്ങളുണ്ട്. അത് ഗുരുശിഷ്യ പരമ്പര. അത് വന്നിട്ട് യഥാർത്ഥ ഭഗവാൻ ആരാണെന്ന് ഗുരു ആരാണെന്ന് അതിൽ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഗുരുവിലൂടെ ഭഗവാനിലോട്ട് എത്താനുള്ള ലക്ഷ്യസ്ഥാനമാണ് പറഞ്ഞത്. അതാണ് യഥാർത്ഥ ജ്ഞാനം. ഇതിലിപ്പം ആൾദൈവങ്ങളെന്ന് പറയുമ്പോൾ ഞാൻ വിഷ്ണുവിൻ്റെ അവതാരമാണ്, ഞാൻ കൽഹി എന്ന് പറയുന്നുണ്ട്. എൻ്റെ അറിവിൽ തന്നെ ഇപ്പം 3 കൽഹിയുണ്ട്. ഇവിടെ പൂജപ്പര എന്നുള്ള സ്ഥലത്ത് ഒരു കൽഹിയുണ്ട്. ചോദിച്ചാൽ ഞാൻ കൽഹി അവതാരം ഒരു അമ്മ ഇരിപ്പുണ്ട്, ഞാൻ കൽഹി അവതാരമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ കണ്ണൻ എന്ന് പറഞ്ഞൊരു വ്യക്തിയുണ്ട്. അദ്ദേഹം തമിഴ്നാട്ടിൽ സേലം എന്ന് പറഞ്ഞു, അദ്ദേഹം ഞാൻ കൽഹി അവതാരമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ വേറെ അവതാരമുണ്ട്. ഇത് മാത്രമല്ല, ഞാൻ പാർവതിയാണെന്ന് പറഞ്ഞ് ശിവനാണെന്ന് ഒരുപാട് അവതാരങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇതിൽ ചെന്ന് കുറേ ആൾക്കാരെ പെട്ട് അമ്മ ദൈവമാണ്, ഇത് ദൈവമാണ് എന്ന് പറയുന്നുണ്ട്. അവതാര പുരുഷനാണെന്നാണ്. അപ്പം നമുക്ക് അവിടെ ചെന്നിട്ട് അവരെ ബ്രേക്ക് ചെയ്യാൻ പറ്റണമെങ്കിൽ നമ്മൾ വേദം അനുസരിച്ച് തന്നെ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നിങ്ങളിപ്പോൾ എന്നോട് ചോദിച്ച ഇതേ ക്വസ്റ്റ്യൻ കൃഷ്ണനോട് അർജുനൻ ചോദിക്കുന്നുണ്ട്. കാരണം കൃഷ്ണൻ ഉള്ള സമയത്ത് തന്നെ വാസുദേവ് പൗണ്ടർ എന്ന് പറഞ്ഞൊരു വ്യക്തി ഞാൻ കൃഷ്ണനാണ്, ഞാനാണ് യഥാർത്ഥ അവതാരം എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാന്റെ രൂപത്തിലൊന്ന് ഇരിക്കുന്ന ഒരു കഥ നമുക്കറിയാം. അപ്പം കൃഷ്ണൻ അവസാനം തിരിച്ചു പോകുന്ന സമയത്ത് അർജുനൻ ഭഗവാനോട് ചോദിക്കുന്നുണ്ട്, അല്ലയോ ഭഗവാനെ, കലിയുഗത്തിൽ ഭഗവാൻ ഇതുപോലെ വരുമ്പോൾ വന്നു നിൽക്കുന്ന ഒരുപാട് പേര് ഞാൻ ദൈവമാണെന്ന് പറഞ്ഞുകൊണ്ട് വരുമ്പോൾ ഭഗവാനെ എങ്ങനെ തിരിച്ചറിയാൻ പറ്റും എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഭഗവാൻ വ്യക്തമായിട്ട് മറുപടി പറയുന്നുണ്ട്, ഞാൻ ഭഗവാനാണെങ്കിൽ നിങ്ങൾ ഭക്തൻ ചോദിക്കുമ്പോൾ ഞാൻ എൻ്റെ പൂർണ്ണ രൂപം വിശ്വരൂപം കാണിച്ചു കൊടുക്കും. അങ്ങനെ വിശ്വരൂപം ആരാണ് കാണിച്ചു കൊടുക്കുന്നത് അതാണ് യഥാർത്ഥ ഭഗവാനെന്ന് കൃഷ്ണൻ വളരെ വ്യക്തമായിട്ട്
പറയുന്നുണ്ട്. കലിയുഗത്തിൽ ഞാൻ ഭഗവാനാണെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ ഞാൻ വിശ്വരൂപം കാണിച്ചു തരുമെന്ന് പറയും. അങ്ങനെ ഒരു കാര്യം പറയുന്നുണ്ട്. ഇപ്പം ഞാൻ ആരെയും കുറ്റപ്പെടുത്താൻ ചോദിക്കില്ല. ഞാനിപ്പോൾ ഭഗവാനാണ് എന്ന് പറഞ്ഞ് നിൽക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവരോട് ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ കേരളത്തിൽ വലിയൊരു ഉരുൾപൊട്ടൽ നടന്ന് ഒരുപാട് മരിച്ചു. ഈ ആൾദൈവങ്ങൾ എന്തുകൊണ്ട് നേരത്തെ അവർ രക്ഷിക്കാൻ ശ്രമിക്കാത്തത്? അവൻ പറയും അവരെ കർമ്മം അനുസരിച്ചാണ് ഇവർ മരിച്ചതെന്ന് പറയാം. അതിൽ ഒരു 1000-ഓളം ജനങ്ങളുണ്ടായിരുന്നല്ലോ. ഇതിൽ എത്രയോ ഡിവോട്ടീസ് ഉണ്ടായിരുന്നല്ലോ, ഭഗവാനെ സേവിക്കുന്ന എത്രയോ ഒരു ഉണ്ടായിരുന്നല്ലോ, ഇല്ലേ? ദൈവത്തിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നല്ലോ. പിന്നെ എന്തുകൊണ്ടാണ് ഈ ദൈവം ഇവിടെ ജീവിച്ചിരിക്കുകയാണെങ്കിൽ ഈ ദൈവം എന്തുകൊണ്ട് വിളിച്ച് പറഞ്ഞില്ല അവിടെ ഒരു വലിയൊരു സംഭവം നടക്കാൻ പോകണം, അവിടുത്തെ ജനങ്ങൾ മാറിക്കോ എന്ന് പറഞ്ഞു. പിന്നെ വേറെയും ഒരാൾ പറയുന്നുണ്ട്, ഞാൻ ഹിമാലയത്തിൽ പോയപ്പോൾ യതിയെ കണ്ടു, ഭഗവാനെ കണ്ടു എന്ന് പറഞ്ഞു. ഇവർക്കൊന്നും ഈ അശരീരി ലഭിച്ചില്ലായിരുന്നു. ഇതും ഞാൻ ചോദിക്കട്ടെ, ഞാൻ ഒരു വ്യക്തിയോട് ഞാൻ കൽക്കി അവതാരമാണ്, ഞാൻ അമ്മയാണെന്ന് പറഞ്ഞു, എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പം ഞാൻ അവരോട് ചോദിച്ച്, എൻ്റെ അറിവില്ലായ്മ കൊണ്ടാണോ എന്നറിയില്ല, ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ കൽഹിയാണല്ലോ, അവർ പറഞ്ഞു കൽഹിയാണെന്ന് പറഞ്ഞു. അപ്പോൾ കൽഹിയുടെ അവതാരം എങ്ങനെയായിരിക്കും എന്നൊരു വേദം കൃത്യമായിട്ട് പറയണത്. വൈഷ്ണവ കലണ്ടർ പറയുന്നത് 4,32,000 വർഷം കഴിയുമ്പോൾ ഒറീസയിലെ സബൽപൂർ എന്ന ഗ്രാമത്തിൽ വിഷ്ണു യശസ് എന്ന ബ്രാഹ്മണന്റെ പുത്രനായി കൽഹി ജനിക്കുമെന്നും അങ്ങനെ ജനിക്കുന്ന കൽഹി ദേവദത്ത എന്ന് പറയുന്ന വെള്ളക്കുതിരപ്പുറത്ത് കയറി വന്ന് കലിയുഗം അവസാനിപ്പിക്കുമെന്നാണ് വേദങ്ങൾ പറയുന്നുണ്ട്. ആ പറയണ ഒറീസ എന്നുള്ള ഗ്രാമം ഇപ്പോൾ ഉണ്ട്, സബൽപൂർ എന്ന സ്ഥലവും അവിടെ ഉണ്ട്. ഇപ്പോൾ കൽഹി ജനിക്കാനുള്ള സമയമായിട്ടില്ല. വൈഷ്ണവ 4,32,000 എന്ന് പറഞ്ഞാൽ വൈഷ്ണവ കലണ്ടർ പ്രകാരമാണ്. അത് നമ്മളെ കലണ്ടർ പ്രകാരം വ്യത്യാസമുണ്ട്. നമുക്കതിൽ 5000 വർഷം കഴിഞ്ഞിട്ടുണ്ട്. ഇതിൽ ഞാൻ പറയുന്നത്, ഞാൻ ഈ കൽഹി എന്ന് പറയുന്ന വ്യക്തിയോട് ഞാൻ ചോദിച്ച, അവർ കൽഹിയാണ്, ഞാൻ കൃഷ്ണൻ്റെ അവതാരം. അപ്പം ഞാൻ അവരോട് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, നിങ്ങൾ കൃഷ്ണനാണെങ്കിൽ ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം നടത്തി തരാൻ പറ്റും, ചോദിക്കാം. ഞാൻ പറഞ്ഞു, ഞാനിന്ന് നിങ്ങളോട് പറയുന്ന ദിവസത്തെ രാത്രി 12 മണിക്ക് നമ്മൾ മെഡിക്കൽ കോളേജിനകത്ത് അഡ്മിറ്റ് ആകുന്ന ഒരു ആക്സിഡൻ്റായി മരിച്ചൊരു ഡെഡ് ബോഡിക്ക് നിങ്ങൾക്ക് ജീവൻ കൊടുക്കാൻ പറ്റുമോ? കൃഷ്ണൻ അത് ചെയ്തിട്ടുണ്ട്. ഇവർ കൃഷ്ണൻ്റെ അവതാരം, ഇവർക്ക് കഴിവാണല്ലോ. പറ്റില്ല. അല്ലെങ്കിൽ അവരുടെ വിശ്വരൂപം കാണിക്കണം. വിശ്വരൂപം കാണിക്കാൻ പറഞ്ഞില്ല. വിശ്വരൂപം കാണിച്ചു കഴിഞ്ഞാൽ അവർ പറ്റത്തില്ല. അപ്പം ഞാൻ പറഞ്ഞു, ഇത് ചെയ്യുക, അത് നമ്മളെ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന സംഭവമാണ്. ഞാൻ പറഞ്ഞു അത് ചെയ്യണ്ട. ഇനിയൊരു കാര്യം ഞാൻ പറഞ്ഞു, കൃഷ്ണൻ ഇപ്പം ഗോവർദ്ധന പർവ്വതം ഈ വിരലിൽ എടുത്തു വെച്ചാണ് നമ്മൾ ചരിത്രം കണ്ടത്. നിങ്ങൾ കൃഷ്ണനാണെങ്കിൽ ഒരു ചെറിയൊരു കരിങ്കല്ലെടുത്ത് വിരലിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കണ്ട് കഴിയും. അപ്പം ഞാൻ കൃഷ്ണനായിട്ട് അംഗീകരിക്കാം, ഇല്ലേ? അതുമില്ല, ഇല്ലേ? അല്ലെങ്കിൽ ഒരു കാര്യം, എനിക്ക് നല്ല വിശപ്പുണ്ട്, ഒരു നല്ല സമൃദ്ധി ഒരു ആഹാരം ദേവലോകത്തിൽ നിന്ന് ഒരു എന്തെങ്കിലും ഇഷ്ടപ്പെടുന്ന ഒരു ഭക്ഷ്യവസ്തു ഭൂമിയിൽ ഇങ്ങനെ ഇറക്കി തരാൻ പറഞ്ഞു. ഇത്രയും അവർക്ക് പറ്റില്ല. പിന്നെ അവരെ ഞാൻ ദൈവത്തിന് അവരെ ദൈവമായിട്ട് എങ്ങനെ കണക്കാക്കും? പിന്നെ അവരെ ഫോളോവേഴ്സ് വിളിച്ചിട്ട് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുന്നു, പിന്നെ അവർ ദൈവമാണ്. അപ്പം ഞാൻ പറയുന്ന കാര്യം കേൾക്കുന്നില്ല. അവർ കൃഷ്ണൻ്റെ അവതാരമാണ്, അവർക്ക് അമാനുഷ കഴിവുണ്ട്, എൻ്റെ അസുഖം ഭേദമാക്കി. നിങ്ങളെ അസുഖം ഭേദമാക്കിയെന്ന് എനിക്കെങ്ങനെ അറിയാം? ഞാൻ പറയുന്ന കാര്യം നടത്തിയാലേ എനിക്ക് വിശ്വാസമാവുള്ളൂ. ഞാൻ പറഞ്ഞു, അങ്ങനെ നിങ്ങളെ ഭക്തിയായിട്ട് ഞാൻ മാറി, ഞാൻ കൃഷ്ണ ഭക്തനാണ്, നിങ്ങളിത് ചെയ്താൽ ഞാനതിൽ പ്രസന്നനാവാം. അങ്ങനെ കുറേ കാലം എന്നെ കുറിച്ച് കുറ്റം പറയും. എന്നെക്കുറിച്ചൊരു വീഡിയോ ഇറക്കി, അമ്മയെ ഒരാൾ വന്നിട്ട് അനാവശ്യ രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിച്ചത് എൻ്റെ ഫോട്ടോ എടുത്തിട്ട്, എനിക്കത് കുഴപ്പമില്ല. ഞാൻ ചോദിച്ച ക്വസ്റ്റ്യൻ അവരെ ഡിവോട്ടീസ് ആരും അവന് പറയുന്നത് എന്താണെന്ന് കേട്ടത്. അതുപോലെ തന്നെ ഇപ്പോൾ തൃശ്ശൂർ ഭാഗത്ത് ഞാൻ ഒരു സംഭവം എടുക്കാൻ പോയി. ഞാൻ യുഗപുരുഷനാണ്, ഞാൻ വിഷ്ണുവിൻ്റെ അവതാരമാണ്, എൻ്റെ ശരീരത്തിൽ മുഖത്ത് ചിഹ്നങ്ങളുണ്ട്, അങ്ങനെയുണ്ട്, ചിഹ്നങ്ങളുണ്ടെന്നുണ്ട്. അദ്ദേഹത്തിന് ഒരു നേരത്തെ ആഹാരം വാങ്ങിക്കാൻ പൈസ ഇല്ലാത്ത ദൈവമാണത്. ഞാൻ പോയി കീറിയ തോർത്തിട്ടുകൊണ്ടിരിക്കുന്ന ആളാണ്. ഇപ്പം കുറച്ച് ദിവസം കുറച്ച് ലക്ഷറിയൊക്കെ ആയി. ഇവരെ കാണാൻ പോകുന്ന ആൾക്കാർ അവരെ ചെന്ന് തൊഴുതിട്ട് വന്നൊരു കാര്യമല്ല. ദൈവമാണെങ്കിൽ എനിക്കൊരു 5 ലക്ഷം രൂപ തരാൻ പറഞ്ഞ് അദ്ദേഹം വിചാരിച്ച് നടക്കത്തില്ലേ? ഈ പറഞ്ഞ ദൈവം ഇരിക്കണ ഒരു കൂറ പൊത്തയിലാണ്. വെളിയിൽ മഴ പെയ്താൽ ഒരു തുള്ളി വെള്ളം വെളിയിൽ പോകത്തില്ല. അങ്ങനെ ഒരു വ്യക്തിയാണ്. ഇപ്പോഴും വീഡിയോസ് കാണാം. അതായത് പേരെന്തൊക്കെയാണ് അദ്ദേഹം എൻ്റെ ശരീരത്തിലൊക്കെ അതുകൊണ്ട് ഇതുണ്ട്. അപ്പോൾ ദയവച്ച് എനിക്ക് പറയാനുള്ളത്, ആചാര്യാസിനെ നമുക്ക് ഫോളോവേഴ്സ് അവരെ ഫോളോ ചെയ്യുക. എന്ന് വെച്ചാൽ ആചാര്യാസ് പറയണത് ഭഗവത്ഗീതയിലെ ശ്ലോകങ്ങളും അവരെ നമ്മളെ സ്പിരിച്വൽ ലൈഫിന് വേണ്ടിയിട്ട് പറയണത്. ഞാൻ ദൈവമാണെന്ന് പറഞ്ഞാൽ ഇവർ വിശ്വരൂപം കാണിക്കട്ടെ, ഇല്ലേ? വിശ്വരൂപം കാണിക്കട്ടെ. ഇവരെന്തിനാണ് ജനിച്ചത് ഭൂമിയിൽ? ഈ പറയുന്ന ദൈവം എന്തിനാണ് ജനിച്ചത്? മനുഷ്യരെ രക്ഷിക്കാൻ. അവർ ഭക്തന്മാരല്ലാത്തവരെ രക്ഷിക്കേണ്ട. ഭക്തനായിട്ടുള്ള ഒരുപാടുണ്ടല്ലോ, അവരാരെങ്കിലും ഒന്ന് രക്ഷിച്ച് കാണിക്കട്ടെ. കഴിയില്ല. പിന്നെ അവരെങ്ങനെ നമ്മൾ ആൾദൈവത്തിന് ഇവരെങ്ങനെ ദൈവമായിട്ട് നിങ്ങൾ സങ്കല്പിക്കും? എങ്ങനെ മനസ്സിലാക്കും? ഞാൻ ചോദിച്ചതിന് ഉത്തരം തന്നില്ല.
ഞാൻ കുറ്റക്കാരനാണ്. ഞാൻ പറഞ്ഞത് കറക്റ്റാണ്. കൃഷ്ണൻ എന്താണ് ചെയ്തത് അതിലെ കുറച്ച് കാര്യം നിങ്ങൾ ചെയ്ത് കാണിച്ചതാ ഇല്ലേ? അതെ, ഇല്ലേ? കാളിയെ മർദ്ദനം ചെയ്യാൻ വേണ്ടി അദ്ദേഹം എടുത്ത് ചാടി. നിങ്ങൾ നമ്മളെ അറബിക്കടലിലെടുത്ത് ചാടി നീന്താനൊന്നും ഞാൻ പറഞ്ഞില്ല. ഞാൻ ദൈവമാണെന്ന് പറഞ്ഞെങ്കിൽ അവർ എന്തെങ്കിലും കാണിച്ചു തരട്ടെ. അല്ലെങ്കിൽ ഞങ്ങൾ പഠിച്ച വേദങ്ങളൊക്കെ തെറ്റല്ലേ? തീർച്ചയായും. വേദം പഠിച്ചിട്ട് ഞാൻ പോയി കൃഷ്ണനാണെന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു പൂജാരിയാണ്, ഞാൻ ക്ഷേത്രത്തിൽ നിന്ന് ഭഗവാന് അഭിഷേകം ചെയ്യുന്ന ആളാണ്. ഈ അഭിഷേകം ഞാൻ വ്യക്തി ഇത് കൃഷ്ണനാണെന്ന് പറഞ്ഞ് ഇവർക്ക് ഞാൻ പുരുഷ സൂക്തം ചോദിച്ചു ഓം സഹസ്രശീർഷ പുരുഷക എന്ന് പറഞ്ഞാൽ ഇവർക്ക് പാലഭിഷേകം ചെയ്യാൻ പറ്റും? ഇല്ല. അത് ചെയ്താൽ ഏറ്റവും വലിയ പാപമല്ലേ? ഇല്ലേ? അതെ. അവർക്കും പനി വരും. അതിൽ പനി വരുമ്പോൾ അവർ പാരസെറ്റമോൾ കഴിക്കുന്നുണ്ട്. അപ്പോൾ അവർ ദൈവമാണെങ്കിൽ അവർക്ക് ഇതിൻ്റെ ആവശ്യമുണ്ടോ? അതുകൊണ്ട് ദയവ് ചെയ്ത് ആരുമേ ഇങ്ങനത്തെ ഇതിൽ ചെന്നും ആരും പെടരുത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ.